God. God has given me privilege to hear the gospel. എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവവചനം കേൾക്കുവാൻ തക്കൊണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹീത സന്ദർഭത്തെ ഓർത്ത്. Brother Ajay Kumar Kshatriya, he told me about this gospel, this salvation. അത് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം അജയ് കുമാർ ഛത്ര എന്നുള്ള ദൈവദാസൻ എന്നോട് പറയുകയുണ്ടായി. In 1978, I accepted Lord Jesus Christ. 1978 ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. After that, I took baptism and I was in the fellowship with Bargad Assembly. അതിനുശേഷം ഞാൻ സ്നാനപ്പെട്ട ബർഗറ എന്നുള്ള അസംബ്ലിയിൽ അത് കർത്താവിനെ ആരാധിച്ച കൂട്ടായ്മയിലായിരിക്കും. Then God has given me privilege to work along with the YMAP team, as the brother C.P. Matthew he told. അത് സഹോദരൻ സി പി മാത്യു ഒരുമിച്ച് അതിനുശേഷം പ്രവൃത്തിപ്പാൻ തക്കൊണ്ട് കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. In the YMAP team. അത് YMF ടീമിനോട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ തക്കോണം. So during that time we went to many places of Orissa. ആ സമയത്ത് ഒറീസയുടെ പല സ്ഥലങ്ങളിൽ പോകുവാൻ തക്കോണം എനിക്ക് കഴിഞ്ഞു. But when we are preaching in Oriya, that people they are not able to understand. എന്നാൽ ഒറിയ ഭാഷയിൽ പറയുമ്പോൾ അത് അവിടെയുള്ളവർ പലർക്കും അത് മനസ്സിലാക്കാൻ തക്കണം കഴിഞ്ഞില്ല. Because that area people they speak some other language in their locally. എന്നാൽ എന്തുകൊണ്ടെന്നാൽ ആ പ്രാദേശിക സ്ഥലത്ത് അത് ഒറിയയ്ക്ക് വിഭിന്നമായിട്ടുള്ള ചില ഭാഷകളാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. But this Oriya people, though they are very poor and everything, but they are very receptive and loving. അതെ, ഒറിയ ജനങ്ങളെ സ്വാഭാവികമായിട്ട് അവരെ ദാരിദ്ര്യത്തിലുള്ളവരാണെങ്കിലും അത് ദൈവജനത്തെ സ്വീകരിക്കാൻ തൊക്കെ വളരെ സന്തോഷമുള്ളവരാണ്. And I praise God. God has called me to serve Him in the 1981. അത് 1981 തുടങ്ങി എനിക്ക് കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ ഇടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Since then I am serving the Lord in different part of our state. അതെ, ഒറിയ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്നു മുതൽ ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. And now I am serving in the place called Bargad. ഞാനിപ്പോൾ ബർഗർ എന്ന സ്ഥലത്താണ് കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നത്. We have two assemblies. Some of our dear brothers they don't know about that. അതെ, നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാവുന്ന പോലെ ആ സ്ഥലത്ത് ഇപ്പോൾ 2 അസംബ്ലി കൂടിവരവുകളുണ്ട്. There is nearby about 7 kilometers. There is a cement factory, cement colony. അതെ, ഞങ്ങളുടെ പട്ടണത്തിന്റെ അടുത്ത് 7 കിലോമീറ്ററിന്റെ ദൂരെയായിട്ട് ഒരു സിമന്റ് കോളനി അല്ലെങ്കിൽ സിമന്റ് പട്ടണം എന്ന് അറിയപ്പെടുന്ന സ്ഥലമുണ്ട്. There are about 14 to 15 family. They are gathering together to worship the Lord. അത് കർത്താവിനെ ആരാധിക്കാനായിട്ട് 40 തുടങ്ങി 50 കുടുംബങ്ങളെ ആ സ്ഥലത്ത് അത് കൂടി വരുന്നു. Now we are constructing a assembly hall over there, and that work has come up to this window level. അത് വിൻഡോ ലെവൽ വരെ അവിടുത്തെ ഉള്ള അസംബ്ലി കൺസ്ട്രക്ഷൻ ഇപ്പോൾ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. We are looking for His help to complete it. അത് കർത്താവിന്റെ സമയത്തെ അത് പൂർത്തീകരിപ്പാൻ തക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. And we praise God that you all have burden for us and you are praying for us. അത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അതിന് ഭാരമുള്ളവരായും പ്രാർത്ഥിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. So just another one verse I would like to read, and I will close my things. അത് വേറൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ എന്റെ ശുശ്രൂഷ അവസാനിപ്പാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. Acts chapter 16 we read like this. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Verse 9, the last portion. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. Second portion, okay. അതിന്റെ അവസാന ഭാഗം. There stood a man of Macedonia and prayed him, saying, Come about into Macedonia and help us. അത് നീ മാസിഡോണിയയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. The man is praying, Come and help us. അത് അവിടെ ഒരു മനുഷ്യൻ അത് പ്രാർത്ഥിക്കുകയാണ്, അത് ഞങ്ങളെ വന്ന് സഹായിക്കാം. Brother has told we are about 80 workers now serving the Lord in Orissa. ഒറീസയിലെ 80-ലധികം സുവിശേഷന്മാർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നെന്ന് സഹോദരൻ പറയുണ്ടായല്ലോ. There are yet another 11 district is laying down. There is no any assembly work or assembly testimony. അത് സുവിശേഷന്മാരോ അസംബ്ലി ടെസ്റ്റിമണി ഇല്ലാത്ത വേറെ 11 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ കേട്ടുവല്ലോ. How we can go and share the gospel to them? അങ്ങനെ ആ 11 ഡിസ്ട്രിക്റ്റുകളിലേക്ക് നമ്മൾ എങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ തക്കൊണ്ട് കഴിയും? And from in Orissa, from one district to another district, it will about 200 kilometers and more than 100 kilometers. Something like that. അത് ഒറീസയിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റേ ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് പോകണമെങ്കിൽ 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ അത് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു.
one place to another place about 10 kilometers, 15 kilometers. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ 10-20 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. One place to another place. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. So that roads are also not so quite well. അത് റോഡുകളൊന്നും അത്ര സുഗമമായിട്ടുള്ളതല്ല. But some people, they are staying in the interior place in the forest also. അത് വനത്തിന്റെ അടുത്ത ഉള്ളിലേക്കുള്ള ഭാഗങ്ങളിലാണ് ചിലരൊക്കെയും താമസിക്കുന്നത്. When our brothers were there in the village evangelism work and this YMF team, sometimes we keep the vehicles on the road and we climb up to some villages. അത് YMF ടീമിന്റെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ ബൈക്കുകളൊക്കെ ഞങ്ങൾ റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് അത് ആ വനത്തിലേക്കും ആ മലകളിലേക്കും ഞങ്ങൾ കയറി പോയേണ്ടി വന്നിട്ടുണ്ട്. When we were in Jaipur, that we used to go by cycle we keeps in some village and we climb up to the mountains. Top of the mountain there are so many villages. അതെ, ഞങ്ങൾ ജയ്പൂരിലായിരുന്നപ്പോൾ സൈക്കിളിലൊക്കെയും ആ വഴിയുടെ ഇറമ്പിൽ വെച്ചിട്ട് ആ മലകളുടെ മണ്ടയ്ക്കൊക്കെ ഞങ്ങൾ നടന്നു കയറേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്. That people, they are not illiterate, but they hear the gospel. അവിടെയുള്ള ആൾക്കാരെ ഇല്ലിറ്ററേറ്റ് ആണെങ്കിലും സാക്ഷരതയില്ലെങ്കിലും അവരെ ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുള്ളവരാണ്. So please pray for these people that many of them, they will come to the knowledge of salvation. അത് ദൈവവചനം കേൾക്കുന്നതിനും അനേകരെ രക്ഷയിലേക്ക് വരുന്നതിനും വേണ്ടി അവിടെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. And our brother, he has shown that Orissa population is about 41 crores. അത് ഒറീസയിലുള്ള ജനസംഖ്യ 4.5 കോടി ആണെന്നുള്ളത് സഹോദരൻ ഓർപ്പിക്കുകയുണ്ടായി. What is our believers? We the Brethren Assembly, we are the believers about 6,000 only. എന്നാൽ വിശ്വാസികളായിട്ടുള്ളവരെ ഏകദേശം 6,000 പേർ മാത്രമേ ഉള്ളൂ. So how many souls they are perishing in Orissa without salvation? അത് രക്ഷയുടെ സന്ദേശം കേൾക്കാതെ എത്രയോ ആത്മാക്കളാണ് ദൈനംദിനം ഒറീസയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. What will do for them? നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? Is our heart having compassion for them? അതെ, നമ്മുടെ ഹൃദയത്തിന് അവരോട് അനുകമ്പ തോന്നുന്നുണ്ടോ? When we hear about them, what will do for them? അത് നമ്മൾ അവരെ കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? Is there any one of us that want to dedicate his life to serve in Orissa? അതെ, ഒറീസയിൽ സേവനം അനുഷ്ഠിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ആരെങ്കിലും ആ ദൈവസേനയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമോ? Our brothers, they have printed this, that Orissa is calling. അത് നമ്മളുടെ സഹോദരന്മാര് അത് പ്രിന്റ് ചെയ്ത നോട്ടീസിൽ ഒറീസ വിളിക്കുന്നു എന്നാണ് അത് നോട്ടീസ് അടിച്ചിരുന്നത്. For what the Orissa is calling to us? അതെ, നമ്മളെ ഓരോരുത്തരെയും ഒറീസ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Why we should go to the Orissa? നമ്മളെ അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കുകയാണ്. We have to go and preach the gospel. നമ്മൾ അവിടെ പോയി സുവിശേഷം അറിയിക്കേണ്ട ആവശ്യകത ഏറ്റവും ആയിരിക്കുന്നു. Soul may come to the knowledge of salvation. അത് അനേക കർത്താവിന്റെ ആ രക്ഷയുടെ സന്ദേശത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. We are a handful of men, about 80 people. We are trying to upside down the Orissa, but it is very difficult for us. അത് ഞങ്ങൾ 80 പിള്ളേരും ആൾക്കാരുണ്ടെങ്കിലും ഒറീസയുടെ മുഴുവൻ സ്ഥലങ്ങളിലും അത് പോയി സന്ദേശം അറിയിപ്പാൻ കൊണ്ടും വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. So please come and help us. അത് പ്രിയമുള്ളവരെ, അതുകൊണ്ട് വന്ന് സഹായിക്കാം. If we are sitting our home, it is very comfortable. അത് നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ വളരെ സുരക്ഷിതമാണ്. നമ്മൾ ഓരോരുത്തരും will go and labor for the Lord. Our labor will be vain. അത് നമ്മൾ എന്നാൽ സുവിശേഷ വേലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വേല ഒരിക്കലും അത് വൃഥാവിലാകുന്നില്ല. If you are not able to come, you pray for Orissa. അത് നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറീസയെ ഓർത്ത് പ്രാർത്ഥിക്കുക. And what the Lord is giving you burden, you can do for the Orissa. അത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ഭാരം ഒറീസയെ കുറിച്ച് തരുന്നോ അത് ചെയ്യുക. May the Lord bless each one of us to pray for Orissa and do something for Orissa. അതെ, ദൈവ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്തെങ്കിലും കൊടുക്കുവാനും തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. Thank you very much. എല്ലാവർക്കും വളരെ നന്ദി. ഇനിയും ഗൾഫ് നാടുകളിലുള്ളവരുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വീക്ഷണം എങ്ങനെയാണെന്ന് ബ്രദർ സുനിൽ ഫിലിപ്പ് ജേക്കബ് സംസാരിക്കുന്നതായിരിക്കും. I praise God for the privilege my Lord has given me this afternoon. ഇന്ന് ഉച്ച സമയത്ത് ഇവിടെ നിൽപ്പാൻ തക്കവണ്ണം ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. My heart is filled with a lot of burden and a lot of heaviness this morning. അതെന്റെ ഹൃദയം വളരെ ഭാരത്താലും വളരെ അങ്ങനെയുള്ള ചിന്തകളാലും അത് ഭാരപ്പെടുകയാണ്. When we saw the need of the great
work of our Lord. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വലിയ ദൗത്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. There are many workers, but there are a lot of field yet remaining unattended. ഇന്ന് അനേക വേലക്കാരെ ആവശ്യമുണ്ടെങ്കിലും ഇന്ന് അതൊക്കെയും സാധ്യമാകാതെ ഇരിക്കുന്ന അവസരത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. Today morning and almost yesterday I was praying to the Lord, "Oh Lord, please reveal to me as to what my role is with respect to this conference." അതെ, ഈ ദിന സമ്മേളനത്തെ ഓർത്ത് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഭാഗം എന്താണെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയുണ്ടായി. The Lord showed me 3 runners from the Gospel of John chapter 20. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അത് 3 ഓട്ടക്കാരെ കുറിച്ച് അവിടെ കാണുന്നതായിട്ട് കാണാൻ കഴിയും. There are 3 runners who are running unto the sepulchre of the Lord to see the Lord. അത് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം ഓടിയ 3 ഓട്ടക്കാരെ കുറിച്ച് ഇവിടെയൊക്കെ കാണുവാൻ തക്കവണ്ണം കഴിയും. One was Apostle Peter and is Apostle John, it is believed so, and also was Mary Magdalene. അത് ഒന്ന് അപ്പോസ്തലനായ പത്രോസും പിന്നെ യോഹന്നാനും പിന്നെ മഗ്ദല മറിയയുമാണ്. If you read that particular passage, you can see 2 people went to the sepulchre. One stood outside and peeped into the sepulchre. Another went inside the sepulchre and found the reality. അതിൽ നമ്മൾ നോക്കിയാൽ 2 പേരെ ഓടി കല്ലറയ്ക്കൽ പുറത്തു നിന്നുകൊണ്ട് നോക്കി, ഒരാളെ കല്ലറയ്ക്കൽ ഉള്ളിലേക്ക് നോക്കിയതായിട്ട് കാണുന്നുണ്ട്. And there's a third one who peeped into the sepulchre and stood outside and wept. അത് എന്നാൽ മൂന്നാമതൊരാള് അതിന്റെ പുറത്തു നിന്നുകൊണ്ട് കരഞ്ഞതായിട്ട് നമ്മൾ വായിക്കും. So the Lord told me a very wonderful lesson this morning. I want to share with you. അതെ, അവിടെ നിന്ന് എനിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിക്കുകയുണ്ടായി. There are 3 who have ran to see the Lord. അത് 3 പേരെ കർത്താവിനെ കാണുന്നതിന് വേണ്ടി ഓടി. The 2 has already reached inside the sepulchre. അത് 2 പേരെ അതിന്റെ അടുത്തേക്ക് വരെ എത്തി. But the one who diligently sought the Lord and was determined to see the Lord was one person, that is Mary Magdalene. എന്നാൽ മഗ്ദല മാറിയ മാത്രം ഏറ്റവും വളരെ ആകാംക്ഷയോടെ അത് ഉള്ളിൽ അത് നോക്കി കണ്ടുപിടിച്ചതായിട്ട് നമ്മൾ കാണും. And we see that the Lord has revealed himself only to that one person. അതെ, എന്നാ കർത്താവായ യേശു ക്രിസ്തു മഗ്ദല മറിയയ്ക്ക് മാത്രമാണ് യഥാർത്ഥമായ കാര്യം വെളിപ്പെടുത്തി കൊടുത്തത് എന്നുള്ളത് കാണുവാൻ കഴിയും. So the thing which the Lord told me is, wait on the Lord, weep. He would show to you what you need to do. അതെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കുള്ള സന്ദേശം നമ്മളെ അത് ദൈവസന്നിധിയിൽ നമുക്ക് എന്താണ് നമ്മുടെ ഭാഗം എന്നുള്ളത് നമുക്ക് വേണ്ടി അത് കാത്തിരുന്ന് നമ്മളെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. If you read verse 17, you can see the Lord is doing 2 special things for Mary who sought for him. അത് മഗ്ദല മറിയയ്ക്ക് 2 കാര്യങ്ങൾ അവിടെ ചെയ്തതായിട്ട് അവിടെ കാണുവാൻ കഴിയും. Number 1, the Lord is revealing to her as to what she need to do. അത് ഒന്നാമതായിട്ട് മഗ്ദല മറിയ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കർത്താവൊക്കെ കാണിച്ചു കൊടുക്കുന്നു. Secondly, the Lord is also revealing his own plan to Mary. രണ്ടാമതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വന്തം പരിപാടി എന്താണെന്നുള്ളത് മഗ്ദല മറിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് കാണുന്നത്. The beautiful relationship with our Lord Jesus Christ we can see there. അതെ, കർത്താവായ യേശുക്രിസ്തുവായിട്ടുള്ള ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ അവിടെ കാണിക്കുന്നതായിട്ട് സാധിക്കുന്നു. The call for me this morning when I heard about this conference is to sit at the Lord's feet and weep and weep and weep for the dying souls. അതെ, ഇന്ന് രാവിലെ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന സന്ദേശം അത് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുക 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 എന്നുള്ളതാണ്. The Lord will do 2 things for me. അതെ, കർത്താവ് നമുക്ക് വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യും. He will tell me what I need to do. അത് അവന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വെളിപ്പെടുത്തും. Secondly, he also will reveal his own plan for myself and also for his church. അതെ, രണ്ടാമതായിട്ട് അവൻ നമ്മളിൽ കൂടി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണെന്നത് അവൻ നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. So though I am coming from Gulf, അത് ഞാൻ അവിടെ ഗൾഫിൽ നിന്ന് വരികയാണെങ്കിലും there is a Lord who placed me there. അത് കർത്താവ് എന്നെ അവിടെ ആക്കിയിരിക്കുകയാണ്. The Lord has his own special purpose. അത് അതിനുവേണ്ടി അതിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. And I believe that even this morning or this afternoon is a time in which the Lord is going to reveal his purpose in me and also in you with respect to these matters. അത് ഈ വക കാര്യങ്ങളിൽ ഇന്ന് രാവിലെ കർത്താവ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെളിപ്പെടുത്തി തരുന്ന സമയമായിട്ട് ഇരിക്കുന്നു. The brethren has already shared their needs and their burden of the place Odisha. ഒറീസയെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങളും അങ്ങനെയുള്ള ഭാരത്തെക്കുറിച്ചും സഹോദരൻ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. These burdens are constantly shared with many of the brethren back in Dubai and different parts of the Gulf. അത് ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഈ കാര്യങ്ങളിലുള്ള ഭാരങ്ങളെ കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. But it is the very first time actually I have personally attended in a meeting wherein
The brethren in Kerala and also the brethren in Gulf are brought together under one umbrella. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് കേരളത്തിലുള്ള ബ്രദറും സഹോദരന്മാരും ഗൾഫിൽ നിന്നുള്ള ഒരു സഹോദരങ്ങളും ഒരുമിച്ച് ഇങ്ങനെയുള്ള ഒരു ആവശ്യങ്ങളെ കുറിച്ച് കേൾക്കുവാൻ തക്കൊണ്ട് ഇടയായ സന്ദർഭം. May the Lord bless these gatherings. അത് ദൈവം ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. So we were actually involved in a lot of ministries in the past. അത് കഴിഞ്ഞ നാളുകൾ അനേക മിഷണറി പ്രവർത്തനങ്ങളിൽ നമ്മളെ പങ്കുകൊണ്ടിരിക്കുകയാണല്ലോ. Recently the CTEM sent a letter to our church. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ താലൂക്ക് സുവിശേഷീകരണത്തിന്റെ ഒരു ലെറ്റർ ഞങ്ങളുടെ സഭയിലേക്ക് കിട്ടി. In the letter in the council of elders, they decided to send 2 brethren. അവിടെ നിന്ന് 2 സഹോദരന്മാരെ ഇങ്ങോട്ട് അയക്കുന്നതിന് അവിടെയുള്ള സഹോദരന്മാരെ തീരുമാനിക്കുകയുണ്ടായി. And the 2 brethren one was M.V. Sannichan and also myself. അത് സഹോദരൻ M.V. സണ്ണിയും പ്രിയ സഹോദരനുമായിരുന്നു. M.V. Sannichan is supposed to share this thought which I am doing right now, but because of the work pressure he could not make it. പ്രിയ സഹോദരൻ M.V. സണ്ണി തന്റെ വർക്കിന്റെ പ്രഷർ കൊണ്ട് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ സുനിലിനെ ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. But praise the Lord for the privileges and opportunities he prepares. എന്നാൽ എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. A small synopsis I would give you as to what we did for the last 2 years in a very small sentences. അത് ചുരുങ്ങിയ വാചകങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലം ഞങ്ങൾ ചെയ്ത എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. In 2011 we had a burden for the states of Punjab and Haryana. പഞ്ചാബിനെ കുറിച്ചും ഹരിയാനയെ കുറിച്ചും 2011 ഞങ്ങൾക്ക് വലിയ ഭാരമുണ്ടായി. 2 of our brethren from our church visited these states. 2 സഹോദരന്മാരെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ആ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. We visited a lot of evangelists. അനേക സുവിശേഷകന്മാരെ കാണുകയുണ്ടായി. We understood their needs. അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. These needs were presented to the church and to the church councils. അത് സഭയിലുള്ള സഹോദരി സഹോദരന്മാരെയും കൗൺസിലേഴ്സിനെയും ചർച്ചിലുള്ളവരെ ഞങ്ങളത് അറിയിക്കുകയുണ്ടായി. And many of them prayed for them. At the same time, the Lord gave us the grace and strength to support them in their needs. അത് അനേകരെ പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ അവിടെയുള്ള പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരികയും ചെയ്തു. In 2012, the Lord laid a burden for us in the state of Maharashtra. അതിന് 2012 മഹാരാഷ്ട്രയെ കുറിച്ച് ഞങ്ങൾക്കൊരു ഭാരമുണ്ടായി. In May 2012, actually, we were called for a family conference in Maharashtra. മഹാരാഷ്ട്രയിൽ 2012 മെയിലെ ഒരു ഫാമിലി കോൺഫറൻസ് ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. In that particular conference, almost 14 evangelists expressed their needs for their work and ministry in and around Maharashtra. മഹാരാഷ്ട്രയിലുള്ള 40 സുവിശേഷന്മാർ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും അവരുടെ 14 സുവിശേഷന്മാർ അവിടെയുള്ള ആവശ്യങ്ങളെക്കുറിച്ചും അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുണ്ടായി. One of the greatest need they had is to teach the word of God in the local language that is the Marathi. അത് മറാഠി ലാംഗ്വേജിൽ പ്രാദേശിക ഭാഷയിൽ ദൈവവചനം പ്രസംഗിക്കുക അല്ലെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യമായി അവർ ഊന്നി കാണിച്ചത്. That need was presented to us. അത് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവർ അറിയിക്കുകയുണ്ടായി. So that need was prayed for. അത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. In September 2012, a Bible college was started in Nalaspura in the Thane district of Bombay. അത് താര ഡിസ്ട്രിക്റ്റിൽ മഹാരാഷ്ട്രയിലെ താര ഡിസ്ട്രിക്റ്റിലെ അലസ്കാർ എന്ന സ്ഥലത്തെ ഒരു ബൈബിൾ കോളേജ് ആ നിലയിൽ ആരംഭിക്കാൻ കൊണ്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. So the Lord has strengthened our church also to support that ministry. ആ മിനിസ്ട്രിയെ ഞങ്ങളുടെ സഭയും അത് സഹായിപ്പാൻ കൊണ്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. The Lord has strengthened us and prepares opportunities through which the Lord can shake the hands of the needy and the ones who are blessed with provisions. അത് അവിടെയുള്ള ആവശ്യക്കാരുടെ കരങ്ങളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ സഭകളെ ആ നിലയിൽ അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. So the message I want to bring before you all is, രാവിലെ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, if we ask the Lord, അത് ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ the Lord will open the places where there is a need. അത് എവിടെ ആവശ്യമുണ്ടോ ആ സ്ഥലങ്ങളെ ദൈവം നമുക്ക് കാണിച്ചു തരുമെന്നുള്ളതാണ്. The Lord gives you the provision so that you can pour it to the place which are needy. അത് എവിടെയാണ് ആവശ്യം എന്നുള്ള സ്ഥലത്ത് അവിടേക്ക് തന്നെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അത് അയക്കുവാൻ കൊണ്ട് ഇടയാക്കും. But if not, these provisions which remain in our hands not being given would become rotten in our own hands. എന്നാൽ നമ്മുടെ കയ്യിലെ ആ ആവശ്യങ്ങളെ അത് കൂട്ടിവെക്കുകയാണെങ്കിൽ അത് തുരുമ്പെടുത്തു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. So my prayer is for this afternoon and this morning hour, എന്റെ പ്രാർത്ഥന ഈ രാവിലെ സമയത്ത്, let us consider the apostle and high priest of our profession, the Lord Jesus Christ, അത് നമ്മുടെ മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുക്രിസ്തുവിനെ നോക്കുക എന്നുള്ളതാണ്. who had the greatest provision in his hands, that he was the King of Kings and the Lord of Lords. അവൻ രാജാവും കർത്താവുമായിരിക്കുന്ന അവന്റെ കയ്യിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കരുതലും നമുക്ക് വേണ്ടിയുള്ള എന്നുള്ളതാണ്. Setting aside all the provisions he gave down into this world, അവൻ നമുക്ക് വേണ്ടി എല്ലാ മഹിമയും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. took the hands of the poor and the destitute that we are. അത് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ചവൻ നമ്മളെ കരയേറ്റിയവനാണ്. He is the one who joined that hands with the hands of the Father
to enjoy the heavenly provisions. അത് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അത് സന്തോഷിക്കുന്നതിന് വേണ്ടി പിതാവിന്റെ കൈയുമായിട്ട് യോജിപ്പിച്ചവൻ അവനാണ്. Consider the apostle and prophet and the high priest of our profession, the Lord Jesus Christ. The same thing the Lord wants us to do, me to do this morning. അതെ, പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ അത് യോജിപ്പിച്ച ആ കരങ്ങളെ തന്നെ നമ്മളെ ബന്ധപ്പെടുത്തി ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കാൻ ഇടയാവാറുമാട്ടെ. The Lord has given us a lot of provisions. അത് ദൈവം നമുക്ക് അനേക കരുതലുകൾ തന്നിട്ടുണ്ട്. It is for us to extend our hands to the ones who are the needy. അതെ, ആവശ്യക്കാർക്ക് ആ കരങ്ങൾ ആവശ്യക്കാർക്ക് കയ്യിലേക്ക് നീട്ടുവാൻ കൊണ്ട് നമ്മൾ ഇടയാകണം. As the man in Macedonia said, he prayed unto Apostle Paul is saying, come over to Macedonia and preach the word. അതെ, മക്കെദോനിയയിലെ ആ വ്യക്തി പ്രാർത്ഥിച്ച പോലെ വന്ന് സഹായിക്കുക എന്ന് പൗലോസിനോട് പറഞ്ഞ അതേ ആശയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. Please pray for us. അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. There are many brethren who are in Dubai who are so eager to help, but they are bound by the daily schedules of work pressures. അതെ, അനേക ആൾക്കാര് ദുബൈയിലെ ഇന്ന് ഈ കാര്യങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിപ്പെടുന്നപ്പോഴും അത് ആഗ്രഹമുള്ളവരുണ്ട്. അവരവരുടെ ജീവിതത്തിന്റെ സന്ധാരണത്തിനിടയ്ക്ക് ഈ കാര്യങ്ങളിൽ അത് ഉത്സുകരായിരിക്കുന്നത് ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. We want to consider the apostle and high priest of our profession, the Lord Jesus Christ. അതെ, നമ്മൾ മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. Let us give, or we pray that the Lord may give us the grace to give that helping hands to the needy in the places of Odisha. അതെ, ഒറീസയിലുള്ള അനേകരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കപ്പെടുന്നതൊക്കെ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. Dear brethren from Odisha, we have the burden for you. അതെ, പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ഒറീസയെ കുറിച്ച് ഭാരമുണ്ടാകണം. But dear brothers, our prayer is that the Lord may make this burden a reality in extending our helping hands. അതെ, അവിടെയുള്ള ദൈവജനത്തെ കുറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരുവാൻ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കും. May the Lord enable us to do so. അങ്ങനെ ചെയ്യുവാൻ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. May His name be glorified. അവന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനിയും സഹോദരന്മാർ ഒരു പാട്ട് പാടുന്നതും സ്തോത്രകാഴ്ച ആ സമയത്ത് എടുക്കുന്നതുമായിരിക്കും. ആ സ്തോത്രകാഴ്ചയിൽ ലഭിക്കുന്ന പണം ഒറീസയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് നമുക്ക് പാടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. കൂടുക സോദരരെ നാം ഒന്നായി പാടുക ജയ ജയ ഗീതങ്ങൾ. കൂടുക സോദരരെ നാം ഒന്നായി പാടുക ജയ ജയ ഗീതങ്ങൾ. യേശു മഹേശൻ തന്തിരുനാമം ദേശമശേഷമുയർത്തിടാൻ നാം ദേശമശേഷമുയർത്തിടാം. കൂടുക സോദരരെ നാം ഒന്നായി പാടുക ജയ ജയ ഗീതങ്ങൾ. യേശു മഹേശൻ തന്തിരുനാമം ദേശമശേഷമുയർത്തിടാം നാം ദേശമശേഷമുയർത്തിടാം. അലസത സകലവും അകലട്ടെ, ചിന്താകുലമാകവെ പോകട്ടെ. അലസത സകലവും അകലട്ടെ, ചിന്താകുലമാകവെ പോകട്ടെ. ഉത്സുകരായുണർന്നിടാമേശുവിനെ സ്തുലനാമമുയർത്തിടാം നാം നിസ്തുലനാമമുയർത്തിടാം. കൂടുക സോദരരെ നായി പാടുക ജയ ജയ ഗീതങ്ങൾ. യേശു മഹേശൻ തന്തിരുനാമം ദേശമശേഷമുയർത്തിടാം നാം ദേശമശേഷമുയർത്തിടാം. ക്രിസ്തുവിനെ മറ്റൊരു മാർഗം മർത്യനു രക്ഷപ്പെടാനില്ല. ക്രിസ്തുവിനെ മാർഗം മർത്യനു രക്ഷപ്പെടാനില്ല. വാർത്തയിലേറ്റം തീർത്തരുളിടാൻ എത്രയും ജാഗ്രത കാണി
സഹോദരൻ ഏബ്രാം തോമസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഭരമേൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന വലിയ ദൗത്യത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ കേവലം മൺകീടങ്ങളാണ്, യാതൊന്നും അറിയുവാൻ പാടില്ലാത്തവരാണ് കർത്താവെ, വളരെയധികം കുറവുള്ളവരാണ് എന്നുള്ളത് സമ്മതിക്കുകയാണ്. എങ്കിലും ഈ വലിയ ദൗത്യം എളിയവരും പാവപ്പെട്ടവരുമായിരിക്കുന്ന അടിയങ്ങളെ അവിടുന്ന് ഭരമേൽപ്പിച്ചതിനാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒറീസയുള്ള ബന്ധത്തില് അനുഗ്രഹീതമായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ വിലയേറുദാസന്മാരെ ഒറീസയിൽ നിന്ന് കൊണ്ടുവന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒറീസ സ്റ്റേറ്റിനോട് കരുണ കാണിക്കുന്നവനാകിയാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുകയാണ്. അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുവരെയും കർത്താവിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കേൾക്കുവാൻ കഴിഞ്ഞുവല്ലോ. കർത്താവെ, വേലക്കാരത്തിനെയോ ചുരുക്കമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവെ, വയല് കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞു കിടക്കുന്ന ഒരനുഭവമായിരിക്കുന്ന ആ ഒറീസയോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പലവിധമായ പ്രതിബന്ധങ്ങൾ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും കർത്താവിന്റെ വചനത്തിനു വേണ്ടി തുറക്കപ്പെട്ട വാതിലുകൾക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേക ചെറുപ്പക്കാരായിരിക്കും സഹോദരന്മാര് അവിടെ കടന്നു എന്ന് അവിടെയുള്ള ജനത്തോട് ദൈവവചനം അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ അങ്ങനെയുള്ളവരെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വേലയെക്കുറിച്ചുള്ള വലിയ ദാഹം നൽകുകയും കർത്താവെ, പ്രിയപ്പെട്ട അനേകം പേരെ അതിലേക്ക് വിളിച്ചാക്കുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വിലയേറുദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ ആവശ്യങ്ങളെയൊക്കെയും അവിടുന്ന് അറിയുന്നവനാകിയാൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവിടുന്ന് സഹായിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അതോടുള്ള ബന്ധത്തില് ദുബൈയിൽ നിന്ന് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അവർ മുഖാന്തരം കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ചെയ്യുവാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നുപോയി പ്രവർത്തിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സഹോദരന്മാർക്ക് തുടർന്നും സഹായിക്കുകയും അവരെ അതിനായി ഒരുക്കുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇത് മാത്രമല്ല, ചെങ്ങന്നൂരിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് ചെയ്തു പോരുന്ന താലൂക്ക് സുവിശേഷ യത്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം സ്തോത്രം ചെയ്യുകയാണ്. അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ദാസന്മാർക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു കൂടിവരവ് നടക്കുവാൻ തക്കോണം അവിടുന്ന് പ്രവർത്തിച്ചുവല്ലോ കർത്താവെ. എല്ലാറ്റിനായും ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഒറീസയിലെ പ്രവർത്തനത്തിനായി എടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയ്ക്കായി ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അതിലെ കരങ്ങളെ നീട്ടിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി അത് ഉപയോഗപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവിടുത്തെ വചനത്തിനു മുമ്പാകെ അടിയങ്ങളിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ വിലയേറുദാസനായ ബ്രദർ ജോൺ കുര്യനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ്. നിന്റെ ദാസന് ആവശ്യമായിരിക്കുന്ന കൃപകൾ നൽകുകയും വചനത്തിൽ നിന്നുള്ള അനുഗ്രഹീതമായ ആലോചനകൾ പങ്കുവയ്ക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്മേലുള്ള പ്രകാശനം അയക്കണം. ഇന്നത്തെ വചന കേൾവി മുഖാന്തരം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉണർത്തപ്പെടുവാൻ, അതുമാത്രമല്ല വേറെയെക്കുറിച്ചുള്ള വലിയൊരു ഭാരമുള്ളവരായി മടങ്ങിപ്പോകുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വന്നുകൂടി എല്ലാ ദിനത്തിനായും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മഹത്വത്തിനായിട്ടെല്ലാം ചെയ്യണമേ. സ്വലവും ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഇനിയും നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക സന്ദേശം ഇവാഞ്ചലിസ്റ്റ് ജോൺ കുര്യൻ ഇപ്പോൾ നൽകുന്നതായിരിക്കും.
രാവിലെ പ്രിയ ചാക്കോ ഫിലിപ്പ് അങ്കിൾ ഓർപ്പിച്ചതുപോലെ ഇത് കേവലമൊരു സമ്മേളനമല്ല, ഒരു വിശുദ്ധ സഭായോഗം തന്നെ ആയിത്തീർന്നുവെന്ന് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും അത് സെൻസ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറീസയോടുള്ള ബന്ധത്തിലുള്ള ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരതങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജോലി ചെയ്തിരുന്ന ഒറീസയിലാണ്. മറ്റ് ചില സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് നാളേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സമയം എന്റെ സെക്യുലർ ജോബിൽ ഞാൻ ഇരുന്നത് ഒറീസയിലാണ്. അതുകൊണ്ട് ഒറീസ എനിക്ക് നന്നായിട്ട് അറിയാം. ഒറിയ ഭാഷയും അറിയാം. ഒരുവിധം 100% അല്ലെങ്കിലും ഒറിയ ഭാഷയും എനിക്ക് ഒരുവിധം അറിയാം. ഒറീസക്കാരെയും അറിയാം. ഒറിയ പാട്ടും അറിയാം. ഒറീസയിലുള്ള ഇവരെ പോലെ ഒരാളായിട്ടാണ് ഞാൻ എന്നെ തന്നെ പലപ്പോഴും വിചാരിക്കാറുള്ളത്. ഞാൻ ഒറീസ വിട്ടിട്ട് വർഷങ്ങളായെങ്കിലും ഒറീസയുമായുള്ള ബന്ധം വിട്ടിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരെ ഒറീസയിൽ നിന്ന് വിളിച്ചു, എന്നെയും ഒറീസയിൽ നിന്ന് വിളിച്ച പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. വേറൊരു സംസ്ഥാനത്തെക്കുറിച്ചുള്ള യോഗത്തിൽ വിളിച്ചിരുന്നെങ്കിലും സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ വന്നേനെ. എന്നാൽ അതിനേക്കാൾ എല്ലാം സന്തോഷം ഒറീസയെക്കുറിച്ചുള്ള യോഗത്തിൽ വിളിച്ചുകൊണ്ടാണ്. കാരണം എന്റെ കേരളം കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വന്തം സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത് ഒറീസയാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, ഞാൻ ഒറീസയിലായിരുന്നപ്പോഴാണ് ചാക്കോ ഫിലിപ്പ് അങ്കിൾ വിളിച്ചത്. ഒറീസയെക്കുറിച്ചൊരു യോഗമുണ്ട്, വരാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഒറീസയിലാണ്. എന്ന് മാത്രമല്ല, ഈ സഹോദരന്മാർ ഞങ്ങൾ ഒരുമിച്ച് 50 വർഷം അവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു വലിയ ക്യാമ്പ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. 1100ഓളം പേര് പങ്കെടുത്തൊരു ക്യാമ്പ്. ആ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യോഗത്തിനായിട്ട് വിളിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സഹോദരന്മാരോട്, സണ്ണി ഡാനിയലിനോടും CP-യോടും പറഞ്ഞു, 2 പേരെ നാട്ടിലേക്ക് അയക്കണം. അപ്പൊ അങ്ങനെ അവർ തീരുമാനിച്ചാണ് അവര് വന്നത്. അപ്പോൾ ഇതെല്ലാം കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നെങ്കിലും അതെല്ലാം ദൈവം ആ നിലയിൽ ഏറ്റവും ശരിയായി പ്ലാൻ ചെയ്തു എന്ന് തോന്നത്തക്കവണ്ണമാണ് ആ കാര്യങ്ങൾ വന്നത്. അതെല്ലാം സന്തോഷത്തോടെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ നേരമായി നാം ഇരിക്കുന്നു, പല കാര്യങ്ങൾ നാം കേട്ടു. ഞാൻ അതുകൊണ്ട് എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രായോഗികമായ വശം മാത്രം പറയാമെന്ന് വിചാരിക്കുകയാണ്. എന്റെ പ്രസംഗത്തിന്റെ നോട്ടിൽ അനേക പോയിന്റുകളും അനേക ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ വിശദീകരിക്കാതെ എന്റെ പ്രസംഗത്തിന്റെ ഒരു 50% മാത്രം എന്ന് പറയാൻ ഞാൻ വിചാരിക്കുകയാണ്. സമയം അല്പം വൈകുകയും ചെയ്തല്ലോ. അത് ഈ പ്രസംഗത്തില് നാം ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ്. നമുക്കെല്ലാം തിയറി പറയാൻ വളരെ അറിയാം. നാം അതിൽ എക്സ്പേർട്സ് ആണ്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രായോഗികമായിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? ഒറീസയെക്കുറിച്ച് കൂടുതലൊന്നും ഇനി പറയേണ്ട. നന്നായിട്ട് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാം? അത് എന്റെ കുറച്ച് ആശയങ്ങൾ പറയുക എന്നുള്ളതല്ല. ദൈവവചന ശുശ്രൂഷയാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രം നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മാർക്ക് ഗോസ്പൽ ചാപ്റ്റർ 3 and verse 14. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും 12 പേരെ നിയമിച്ചു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും 12 പേരെ നിയമിച്ചു. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്നോടുകൂടെ ഇരിപ്പാൻ, കമ്മ്യൂണിയൻ വിത്ത് ദ മാസ്റ്റർ. രണ്ടാമത് പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ, കമ്മ്യൂണിക്കേറ്റിംഗ് ഹിസ് മെസ്സേജ്. കർത്താവ് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കാനായിട്ട് വന്നപ്പോൾ അത് നിറവേറ്റുവാൻ പോകുന്നത്, വീണ്ടെടുപ്പ് വേല കഴിഞ്ഞ് അത് ലോകം മുഴുവൻ അതിന്റെ ആ സന്ദേശം അറിയിക്കാൻ പോകുന്നത് ഈ 12 പേര് വഴിയാണ്. അവരെ തെരഞ്ഞെടുത്തതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 2 കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ 2 കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, സ്പെൻഡിങ് ടൈം വിത്ത് ദ മാസ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വർഷിപ്പ്. കർത്താവിനോടുകൂടി ഇരുന്ന്
അവന്റെ മഹത്വം കണ്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് അവനെ ആരാധിച്ച് അവന്റെ സാന്നിധ്യം അനുഭവിക്കുക. അതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് വിറ്റ്നസ്. അതിന്റെ ഫലമായി കർത്താവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ച് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവനോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിന്റെ ഫലമായിട്ട് അങ്ങനെ തന്നെ എപ്പോഴും ഇരുന്നാൽ പോരാ, പുറത്തിറങ്ങിപ്പോയി അവന്റെ വചനം പ്രസംഗിക്കുക. കമ്മ്യൂണിയൻ വിത്ത് ദ മാസ്റ്റർ ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഹിസ് മെസ്സേജ്. യജമാനന്റെ സന്ദേശം ലോകത്തോട് അറിയിക്കുന്നതിന് മുൻപ് യജമാനന്റെ സന്നിധിയിൽ ഇരിക്കുക, അവന്റെ മഹത്വം കാണുക, അവനുമായിട്ട് സജീവമായ കൂട്ടായ്മയിൽ ഇരിക്കുക. അതിനുശേഷം പുറത്തുപോയി നാം മനസ്സിലാക്കിയ ഈ യജമാനന്റെ ഗുണങ്ങളെ ഘോഷിക്കുക. ക്രിസ്തീയ ജീവിതത്തിലെ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ, വൺ ഈസ് വർഷിപ്പ് ആൻഡ് വൺ ഈസ് വിറ്റ്നസ്. എല്ലാ വിശ്വാസികളുടെയും അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ ദൗത്യമെന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് രണ്ട് ദൗത്യങ്ങളാണുള്ളത്. ഒന്ന് വർഷിപ്പ്, കർത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ കുറച്ചു നേരം ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതം മൊത്തമായിട്ട് തന്നെ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും കർത്താവുമായുള്ള സജീവ കൂട്ടായ്മയിൽ ജീവിക്കുകയും അവന്റെ മഹത്വം ദർശിക്കുകയും അവനെ മഹത്വപ്പെടുത്തുമാറ് ജീവിക്കുകയും ചെയ്യുക. രണ്ട്, ഈ കർത്താവ് ഇത്ര അനുഗ്രഹീതനായ കർത്താവായതുകൊണ്ട് അവന്റെ മഹത്വം സൽഗുണങ്ങളെ ലോകത്തിനു മുമ്പിൽ ഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളാണ് സഭയുടെ ദൗത്യം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ ഇനിയും ഒന്ന് രണ്ടായിട്ട് തിരിക്കാൻ പോകുകയാണ്, വർഷിപ്പ് ആൻഡ് വിറ്റ്നസിനെ. അതിന്റെ ഒന്നാമത്തെ ഭാഗം, വർഷിപ്പ് എന്നുള്ള ഭാഗം, ദാറ്റ് ഹാസ് ടു ഡു വിത്ത് അവർ സീക്രട്ട് ലൈഫ്. നമ്മുടെ രഹസ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കർത്താവുമായിട്ടുള്ള എന്റെ സജീവ ബന്ധം, കൂട്ടായ്മ, അവനെ മഹത്വപ്പെടുത്തുക, ആരാധിക്കുക, സേവിക്കുക, അത് പരസ്യമായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് നടക്കുന്ന കാര്യമല്ല, അത് എന്റെ രഹസ്യ ജീവിതമാണ്. എന്നാൽ വിറ്റ്നസ് എന്നുള്ളത്, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്, ഞാൻ പരസ്യമായി ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ചെയ്യുന്ന കാര്യമാണ്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ നാം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതാണ് ഇന്ന് എന്റെ സന്ദേശം. വർഷിപ്പ് ആൻഡ് വിറ്റ്നസ്. വർഷിപ്പ് ഹാസ് ടു ഡു വിത്ത് മൈ പേഴ്സണൽ സീക്രട്ട് ലൈഫ് ആൻഡ് വിറ്റ്നസ് ഹാസ് ടു ഡു വിത്ത് മൈ പബ്ലിക് ലൈഫ്. അതിൽ ആരാധന അല്ലെങ്കിൽ ദൈവസംസർഗം, കർത്താവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളത് എന്റെ രഹസ്യ ജീവിതത്തിൽ നടക്കേണ്ട കാര്യവും, കർത്താവിനെ സാക്ഷിക്കുക, അവന്റെ വേലയിൽ വ്യാപൃതരാകുക എന്നുള്ളത് നമ്മുടെ പരസ്യ ജീവിതത്തിൽ നടക്കേണ്ട കാര്യവുമാണ്. അതിൽ ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തിരുവെഴുത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പങ്ക് എന്തായിരിക്കണമെന്ന് പറയുന്ന 4 കാര്യങ്ങൾ ഒന്ന് പറയാൻ ഞാൻ പോകുകയാണ്. ഈ 4 കാര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുക. ആ 4 കാര്യങ്ങളും അതിൽ 2 എന്റെ രഹസ്യ ജീവിതത്തിലും 2 പരസ്യ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, രഹസ്യ ജീവിതത്തിൽ അതായത് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ എന്റെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായി 9:37-38. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. മലയാളത്തിലാണല്ലോ ഇപ്പൊ ഇത് വായിച്ചത്. ഇംഗ്ലീഷ് വേദപുസ്തകത്തില്, നിങ്ങളുടെ ചിലരുടെ കയ്യിൽ ഇംഗ്ലീഷ് വേദപുസ്തകം കാണും, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഈ വാക്യത്തിൽ ഒരു വാക്ക് കൂടുതലുണ്ട്. എന്താണെന്നറിയാമോ? ഹിസ് ഹാർവസ്റ്റ് എന്നാണ്. തന്റെ കൊയ്ത്തിലേക്ക്. മലയാളത്തിൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കണം എന്നാണ്. അത് വളരെ വലിയൊരു സത്യം നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ രഹസ്യ ജീവിതത്തിൽ ചെയ്യേണ്ട 2 കാര്യം, പരസ്യ ജീവിതത്തിൽ ചെയ്യേണ്ട 2 കാര്യം, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. രഹസ്യ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞത്? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമായതുകൊണ്ട് തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ, യാചിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ,
കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വേലയ്ക്കായി പോവുക എന്നുള്ളതല്ല, വേലക്കാരെ അയക്കുക എന്നുള്ളതല്ല, വേലയ്ക്ക് പണം കൊടുക്കുക എന്നുള്ളതല്ല, വേലക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതല്ല. കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കം, അതുകൊണ്ട് നിങ്ങൾ ഒക്കുന്നവരെല്ലാവരും വേലയ്ക്ക് പോകുവിനെന്നല്ല പറഞ്ഞത്. നാം ആദ്യം ചെയ്യേണ്ടത് കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കണം. തന്റെ കൊയ്ത്ത്, ഹിസ് ഹാർവസ്റ്റ്. എത്ര മനോഹരമായ ഒരു ആശയമാണത്. ദ വർക്ക്, ദ ഹാർവസ്റ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. ഇത് കർത്താവിന്റെയാണ് ഈ ബിസിനസ് മുഴുവൻ. ഞാൻ കുമ്പനാട് കൺവെൻഷനിലെ വ്യാഴാഴ്ച രാവിലെ ഇവിടെ ഒരു മിഷണറി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചിലര് അന്ന് കേട്ടു, എന്നാലും കേൾക്കാത്ത ഒത്തിരി പേര് കാണി, ഞാനൊന്ന് പറയാം. ഞങ്ങളുടെ അപ്പച്ചന് സുഖമില്ലായിരുന്ന സമയത്ത് യോഗത്തിന് പോകാനൊക്കാതെ വയ്യാതിരുന്നപ്പോ ഒരു ഞായറാഴ്ച യോഗം ഞങ്ങളുടെ വീട്ടിൽ വെച്ചു. അപ്പൊ അപ്പച്ചനൂടെ കർത്തൃമേശയിൽ പങ്കെടുക്കാമല്ലോ എന്ന് വെച്ച്. അപ്പോ സഭായോഗം ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആ സ്ഥലത്തിനടുത്ത് കൊച്ചുകുഞ്ഞെന്ന് പറഞ്ഞൊരു ഉപദേശിയുണ്ട്, നമ്മുടെ ഒരു ഉപദേശിയാണ്. അപ്പോ അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വന്ന് ചോദിച്ചു, കുര്യച്ചനൊരു പുതിയ സഭ തുടങ്ങിയെന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു, കൊച്ചുകുഞ്ഞെ, പുതിയ സഭ തുടങ്ങണമെങ്കിൽ ആദ്യം കന്യകാജന്യം വേണം, പിന്നെ 33 വർഷത്തെ പാപരഹിത ജീവിതം വേണം, പിന്നെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം, പരിശുദ്ധാത്മാവ് വരണം. ഇത്രയും കാര്യം നടന്നാലേ പുതിയ സഭ തുടങ്ങാൻ ഒക്കെയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. ലോകത്തിൽ ഒരു മനുഷ്യനും തന്റെ സഭയെന്ന് പറഞ്ഞൊരു സഭയില്ല. നമ്മള് തോമാച്ചന്റെ സഭയെന്നോ ഭക്ത് സിംഗിന്റെ സഭയെന്നോ ഒക്കെ ചിലപ്പോൾ സൗകര്യത്തിന് പറഞ്ഞെന്നിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വേല YMEFന്റെ വേലയല്ല, ബ്രദറുകാരുടെ വേലയല്ല, CP മാത്യുവിന്റെ വേലയല്ല, OBMന്റെ ഒറീസ ബ്രദർ മിനിസ്ട്രിയുടെ വേലയല്ല. നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേല കർത്താവിന്റെ വേലയാണ്, ദൈവത്തിന്റെ വേലയാണ്. ഈ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ശരിയായി കിട്ടിയാൽ തന്നെ പ്രശ്നം പകുതി പരിഹരിക്കപ്പെട്ടു. കാര്യങ്ങൾ വളരെ എളുപ്പമായി. ആരാണ്ടരുടെ വേലയെ സഹായിക്കുക, ഒറീസയിലെ സഹോദരന്മാരുടെ, ബ്രദറുകാരുടെ, അല്ലെങ്കിൽ YMEFന്റെ വേല, അവരെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ നാം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചവനും രക്ഷിച്ചവനുമായ കർത്താവിന്റെ വേലയെക്കുറിച്ച് സംസാരിക്കാനാണ്. കർത്താവിന്റെ വേലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹിസ് ഹാർവസ്റ്റ്, അവന്റെ വേല, അവന്റെ കൊയ്ത്ത്. മത്തായി 16 കർത്താവ് പത്രോസിനോട് പറയുമ്പോൾ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എന്റെ സഭയെ പണിയും. എന്റെ സഭ കർത്താവിന്റെയാണ്, കൊയ്ത്ത് കർത്താവിന്റെയാണ്. നാം ഇന്ന് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെയും ഒരു മതത്തിന്റെയും ഒരു കൂട്ടത്തിന്റെയും വേലയുടെ കാര്യമല്ല. അവരെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ നാം ഇപ്പോൾ കൺസേൺഡ് ആയിരിക്കുന്നത് കർത്താവിന്റെ വേലയെക്കുറിച്ചാണ്. ആട്ടെ, കർത്താവിന്റെ വേലയിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ രഹസ്യ ജീവിതത്തിലെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഒന്ന്, നാം പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം. പ്രിയ സുനില് ആ കാര്യം വളരെ ശക്തമായും വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനത് വളരെ കൂടുതൽ തന്നെ വിശദീകരിക്കുന്നില്ല. സുനില് പറഞ്ഞു, ദൈവസന്നിധിയിലിരുന്ന് കരയുക, നിലവിളിക്കുക, അതാണ് ഒന്നാമത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. കർത്താവിന്റെ വേലയിലെ സ്റ്റെപ്പ് നമ്പർ 1 അതാണ്. നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ നോക്കുക. നെഹമ്യാവ് വളരെ വലിയൊരു വേല ചെയ്തയാളാണ്. അതിന്റെ ആദ്യം നെഹമ്യാവ് എന്താ ചെയ്തേ? യെരുശലേമിന്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് അവനിരുന്ന് കരഞ്ഞു. ആദ്യം അതാ ചെയ്ത്. ആദ്യം ചെയ്തത് രാജാവിനോട് അനുവാദം ചോദിച്ചല്ല. ആദ്യം ചെയ്തത് യെരുശലേമിലേക്ക് പോയതല്ല. ആദ്യം ചെയ്തത് ഇതിൽ ഇടിഞ്ഞു കിടന്ന മതില് എല്ലാം ഒബ്സർവ് ചെയ്തതല്ല. അതെല്ലാം ചെയ്തു. പക്ഷെ പിന്നെയാ ചെയ്തേ. ആദ്യം ചെയ്തത്, ഭാരമുണ്ടായ ഉടനെ ചെയ്തത്, കുറെ നാൾ എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ എക്സൈറ്റ്മെന്റിൽ കുറച്ചുനേരം അങ്ങ് ചൂടായിരുന്നല്ല, കുറെ നാൾ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, ഒറീസയോടുള്ള ബന്ധത്തിൽ, മറ്റ് ഏത് വേലയോടുള്ള ബന്ധത്തിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പ്രാർത്ഥിക്കുക. അത് പരസ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. സഹോദരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ഒരളവിൽ അത് പരസ്യമാകുന്നതേ ഉള്ളൂ. എന്നാൽ അത് ഒരു വിതിൻ ദ ഫാമിലി ബിസിനസ്സാണ്. സഹോദരന്മാര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വേലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രഹസ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിക്കുകയാണ്, കൊയ്ത്തിലേക്ക് വേലക്കാരെ അയപ്പാൻ.
അങ്ങനെ പ്രാർത്ഥിച്ചാൽ അയക്കുമോ? അയക്കും. അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലെ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞതാണോ? അവൻ അയക്കാൻ തയ്യാറാണ്. പ്രാർത്ഥന എന്ന മുഖാന്തരത്തിൽ കൂടെയാണ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് അങ്ങനെ അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ്. നാം പ്രാർത്ഥിച്ചാൽ കർത്താവ് തന്നെ പറഞ്ഞതാണ്, തീർച്ചയായിട്ടും കർത്താവ് ആളുകളെ എഴുന്നേൽപ്പിക്കും, അയക്കും. രണ്ടാമത്, കർത്താവിന് വേലയോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു വേദഭാഗങ്ങളിലും ഇതിന്റെ സൂചനകളുണ്ട്. എന്നാൽ ഞാൻ 1-2 വാക്യം മാത്രം വായിക്കാം. ഫിലിപ്പിയൻസ് 4:15. അവിടെ പൗലോസ് പറയാണ്, ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികൾ സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ വരവ് ചെലവ് കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അവര് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഈസ് പ്രേ, സെക്കൻഡ് ഈസ് ഗീവ്. ഒന്നാമത് പ്രാർത്ഥിക്കുക, രണ്ടാമത് കൊടുക്കുക, കർത്താവിന്റെ വേലയെ സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് തന്നെ 1 മണിക്കൂർ പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. എന്റെ സഹോദരന്മാരെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ. സഹോദരൻ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്ന പലരും പ്രായമുള്ളവരാണ്. നിങ്ങളിൽ പലർക്കും ഇനി ഒറീസയിൽ പോകാൻ ഒക്കെയില്ല. ആഗ്രഹമുണ്ടെങ്കിലും ശരീരസ്ഥിതി അനുവദിക്കുന്നില്ല, ചുറ്റുപാടുകൾ അനുവദിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്ക് കർത്താവാരെങ്കിലും വിളിച്ചാൽ പൊയ്ക്കോണം കേട്ടോ, ഞാൻ എതിര് പറയല്ല. എന്നാൽ മാനുഷികമായ നിലയിൽ പറയുകയാണ്, നിങ്ങളിൽ പലർക്കും, പ്രായമായ സഹോദരിമാര് സഹോദരന്മാര്, ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാൻ സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും, പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സുവിശേഷ ഘോഷണത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേലയെ സഹായിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ നിന്നിപ്പോ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഗിവിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ കൊടുക്കൽ എന്ന് പറയുന്നത് ഉഴപ്പിയുള്ള ഒരു കൊടുക്കലാണ്. നാട്ടുഭാഷയെ എന്ന് പറഞ്ഞാൽ ഇപ്പോ വടക്കേരിയിൽ നിന്നൊരു സുവിശേഷനെ കണ്ടു, അപ്പോ നമ്മൾ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട് ചെറുപ്പം, അതുകൊണ്ട് ഒരു കൂട്ടായ്മ കൊടുത്തു. അല്ലെങ്കിൽ ഒരിടത്ത് വെച്ചൊരു സുവിശേഷനെ കണ്ടു, ഒരു സൂചന വീട്ടിൽ വന്നെന്തെങ്കിലും കാര്യത്തിന് നമ്മളൊരു കൂട്ടായ്മ കൊടുത്തു. അങ്ങനെ കാണുമ്പോഴൊക്കെ ഒക്കുന്ന പോലൊക്കെ നമ്മൾ കൊടുക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ കൊടുത്താൽ പോരാ. വല്ലവർക്കും ഒരു 200 രൂപ കൊടുത്തു, 500 രൂപ കൊടുത്തു, അവന്റെ ഒരു ദിവസത്തെ ചെലവിനെ അതുള്ളൂ. കർത്താവിന്റെ വേലയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിർത്തരുത്. അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ചെലവ് കഴിയുന്നത്. ആ കൊടുക്കൽ നിർത്തണമെന്നല്ല പറയുന്നത്. അങ്ങനെ കൊടുത്താൽ പോരാ. കർത്താവിന്റെ വേലയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് ഉള്ള വേല, ഒരു പ്രദേശത്തുള്ള വേല, ഒരു പട്ടണത്തിലുള്ള വേല, ഇനി അത്രയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ദൈവദാസൻ ഏർപ്പെട്ടിരിക്കുന്ന വേല, ആ വേലയെ പിന്നിൽ നിന്നുകൊണ്ട് കുടുംബമായി, തുടർമാനമായി, ശരിയായ നിലയിൽ പിന്താങ്ങൽ കൊടുത്തുകൊണ്ടിരിക്കുക. വല്ലപ്പോഴും 500 രൂപ അയച്ചു കൊടുക്കുന്ന കാര്യം അല്ല ഞാൻ പറയുന്നത്. ഗൗരവമായിട്ട് ഈ കാര്യം നാം ചെയ്യണം. നമ്മള് അതിന് പറയുന്ന പല ഒഴികളൊക്കെ ഉണ്ട്. പല വേലക്കാരും തെറ്റായ റിപ്പോർട്ടാണ് അയക്കുന്നത്, പലരുടെയും കയ്യിൽ ഒത്തിരി കാശുണ്ട്, പലരും സുഖലോലുപരായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ കുറെയൊക്കെ സത്യവുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ? നമുക്ക് അവരെ എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവരൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ആത്മാർത്ഥതയോടുകൂടെ, വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിക്കുന്ന, പണത്തെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിക്കുന്ന എത്രയോ സഹോദരന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ സഹായിക്കണ്ട, അത് അവരെ അങ്ങ് വിട്ടേരെ. എന്നാൽ ശരിയായിട്ടുള്ള എത്രയോ പേരുണ്ട്. സഹോദരന്മാർ പറഞ്ഞു, ഒറീസയിലെ ഒരു നല്ല കാര്യം, ഒറീസയിൽ നിങ്ങൾ ചെന്നാൽ അത് കാണും, നിങ്ങൾ പോണം. ചെന്നാൽ കാണുന്നൊരു കാര്യം, മിക്ക വർക്കേഴ്സ്, ഇവർ 5-6 പേരൊഴിച്ച് ഈ 100 പേരിൽ 95 പേരും അല്ലെ 94 പേരും അവിടുത്തുകാരാണ്. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ ഉണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്റെ അറിവിൽ ഞാൻ പറയാണ്, വടക്കേന്ത്യയിൽ നിങ്ങൾ എവിടെ പോയാലും അവിടുത്തെ വേലക്കാർ മിക്കവാറും പേര് മലയാളികളാണ്. ചുരുക്കം ആ നാട്ടുകാർ കാണും. എന്നാൽ ഒറീസയില് 95% ഒറിയക്കാരാണ്. അവരിൽ പലർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ,
എഴുത്തെഴുതാൻ അറിഞ്ഞുകൂടാ, ഫണ്ടുകളെ കോണ്ടാക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഗൾഫിനെ കോണ്ടാക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. പക്ഷെ അവർ പൂർണ്ണസമയം കർത്താവിന്റെ വേലയിലാണ്. കർത്താവ് അവരെ നടത്തുന്നു, അത് വേറൊരു കാര്യം. ഇവരെ ഒക്കെ സഹായിക്കേണ്ട ചുമതല നമ്മുടെയാണ്. അവരെ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ, എന്നാൽ നമുക്ക് വളരെ അറിവും വിശ്വാസവുമുള്ള സഹോദരന്മാർ ഇവരെ പോലെ ഉള്ളവര് അനേകരുണ്ടല്ലോ. അവരോട് ചോദിക്കാം, അവര് വഴി നമുക്ക് ചെയ്യാം. ഞാന് എന്റെ ജീവിതത്തിൽ വളരെ വേദനയുണ്ടാക്കിയ ഒരു സംഭവം പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണെന്ന് ആരും ചോദിക്കാതിരുന്നാൽ മതി. ഞാൻ ഒരിക്കൽ വടക്കേന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് പോയി. ആ സ്ഥലത്ത് ചെന്ന് രാവിലെ ഒരു 6:30 റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. സഹോദരൻ വന്ന് ഇവിടുത്തെ സുവിശേഷം വന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ട്രെയിനേ വന്നതല്ല. അപ്പൊ ഞാൻ വിചാരിച്ച അന്നേനൊന്ന് കുളിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാനെന്നൊന്ന് കുളിച്ചേക്കാം, ഒരു ടവൽ ആ ബാത്റൂമിലോട്ടൊന്ന് ഇട്ടേരെ എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയട്ടെ, ആ വീട്ടിൽ എനിക്ക് തരാനൊരു ടവലുണ്ടായിരുന്നില്ല. അവര് ആകെ കൂടെ, ഞാനത് ഓർത്തുമില്ല. ഞാൻ ടവലായി ഏത് വീട്ടിലായി ഇല്ലാത്ത, ഞാനത് ഓർത്തുമില്ല. പറഞ്ഞത് അബദ്ധമെന്നായിപ്പോയി. അവര് പരുങ്ങുന്നത് ഞാൻ കണ്ടു. ആ സഹോദരൻ തന്റെ മകനെ താഴേക്ക് ഓടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഉടനെ എനിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് ഒരു തോർത്തൊക്കെ അവിടെ കാണുമായിരിക്കും, എന്നാൽ എനിക്ക്, അതായത് വെളിയിൽ നിന്ന് വന്ന ഒരാൾക്ക് കൊടുക്കാൻ ക്വാളിറ്റിയുള്ള ഒരു ടർക്കി ടവൽ അല്ലെങ്കിൽ ഒരു ടവല് അനേക വർഷങ്ങളായി വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ വിട്ട് വടക്കേന്ത്യയിൽ പോയി വേല ചെയ്യുന്ന സഹോദരന്റെ വീട്ടിലില്ല. ഞാൻ സ്ഥിതിഗതി മനസ്സിലാക്കിയ ഉടനെ, ഞാൻ സാറിന് യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു ടവല് ട്രെയിനിലൊക്കെ കൊണ്ടു നടക്കാറുണ്ട്. അത് കുളിക്കാൻ പറ്റിയ വലിപ്പമുള്ളതല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്കിത് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ബ്രദറെ എന്റെ ഒരെണ്ണമുണ്ട്, തൽക്കാലം ഞാനത് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞു. ഉടനെ പിന്നെ ഞാനത് ഉപയോഗിച്ച് കുളിച്ചു. ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോ കളിപ്പിക്കുന്ന വെറുതെ റിപ്പോർട്ട് എഴുതുന്ന ഒത്തിരി പേരുണ്ട്, ഞാൻ സമ്മതിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരിക്കലും ദൈവദാസന്മാരെ സഹായിക്കുന്നതിന് തടസ്സമാകരുത്. ഇതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന എത്രയോ സഹോദരന്മാർ, ഒരു റിപ്പോർട്ടും എഴുതാത്ത, ആരെയും അറിയിക്കാത്ത, ആരോടും പറയാത്ത എത്രയോ സഹോദരന്മാര് നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ആരാണ് സഹായിക്കേണ്ടത്? വല്ലപ്പോഴും കാണുമ്പോൾ ഒരു കൂട്ടായ്മ കൊടുത്താൽ മതിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ, പ്രത്യേകിച്ച് വടക്കേന്ത്യയിലെ വേലസ്ഥലങ്ങളിലെ ചില വേലസ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ചില ദൈവദാസന്മാരെ തെരഞ്ഞെടുത്ത്, പ്രാർത്ഥനാപൂർവം തെരഞ്ഞെടുത്ത് അവരുടെ പിന്നിൽ നിങ്ങൾ നിൽക്കണം. അവർക്ക് വണ്ടിയുടെ ആവശ്യമുണ്ട്, നാം അതിന് നമ്മെ കൊണ്ടൊക്കുന്ന പോലെ സഹായിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞ് സഹായിപ്പിക്കണം. അവർക്കൊരു ഹോളിന്റെ ആവശ്യമുണ്ട്, 500 രൂപ അയച്ചു കൊടുത്തുകൊണ്ട് ഒന്നും സാധിക്കുകയില്ല. ആട്ടെ, നിങ്ങളുടെ ഹോളിന്റെ കാര്യത്തിൽ ഞങ്ങൾ പുറകിലുണ്ട്, നമ്മെ കൊണ്ട് ഒക്കുന്നത് പോലെ. എനിക്ക് മക്കൾ കാണും, അവര് പേർഷ്യയിലായിരിക്കും, അമേരിക്കയിലായിരിക്കും, അവരോട് പറഞ്ഞാൽ നല്ലൊരു സഹായം കിട്ടും. എനിക്ക് പരിചയമുള്ള മറ്റു സഹോദരന്മാരുണ്ട്, അവരോട് പറഞ്ഞാൽ സഹായം കിട്ടും. എനിക്ക് വേണ്ടി അല്ലല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്കുള്ള റിസോഴ്സസ് എല്ലാം സമാഹരിച്ച് ഈ ദൈവദാസന്മാരെ നാം സഹായിക്കണം. ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിന് വെളിയിലുള്ള ഒരു സ്ഥലത്ത് അനേക ഗ്രാമങ്ങളിൽ വളരെ ഫലകരമായി പ്രവർത്തിക്കുന്ന, ഒരു 10-11 ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. ഈ 10-11 ഗ്രാമത്തിൽ പോകാൻ. ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജീപ്പ് ലേലം വിളിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഞാൻ പറയുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ ജീപ്പ് ലേലം വിളിക്കുന്നുണ്ട്. ഒരു 60,000 രൂപയ്ക്ക് ഒരു ജീപ്പ് കിട്ടും. പിന്നെ ഒരു 10-20,000 രൂപയും കൂടെ നമ്മൾ മുടക്കണം. പക്ഷെ അത്രയും കാശ് ഉണ്ടെങ്കിൽ ഒരു ജീപ്പ് കിട്ടും. അപ്പോ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ വിവരം ഒന്ന് അറിയിക്കുകയാണ്. ബ്രദർ ആ കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എനിക്കൊക്കുന്ന പോലെ ഒരു സഹായം ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അതിന്റെ അടുത്ത ദിവസം വെളിയിൽ നിന്നൊരു സഹോദരൻ എനിക്ക് എഴുതി, ഞാൻ ഒരു 55,000 രൂപ അയക്കുകയാണ്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വേലസ്ഥലത്ത് ഏതെങ്കിലും പ്രവർത്തനത്തിന് ഉപയോഗിച്ചോ, എനിക്ക് അയക്കുകയല്ല, വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് പറഞ്ഞ് അയക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പണം വന്നില്ല. ആ പണം താമസിയാതെ വരും. ഉടനെ ഞാൻ ആ സഹോദരനെ വിളിച്ചു പറഞ്ഞു, ജീപ്പിനുള്ള കാശ് ആയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും ചെറിയൊരു സഹായം അയച്ചു. അതിന്റെ ലേലത്തിന്റെ ആദ്യ ഒരു പടിയുണ്ട്, അതിന് ചെറിയൊരു സഹായം ഞാൻ അയച്ചു. ഇനി വലിയ സഹായം വരുന്നേ ഉള്ളൂ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? ആ സഹോദരന് ഒരു ജീപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് വേല ചെയ്യാം. 1000 രൂപ അയച്ചു കൊടുത്തോണ്ടോ 500 രൂപ അയച്ചു കൊടുത്തോണ്ടോ എന്തായി? പ്രിയപ്പെട്ടവരെ,
ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങൾ വിചാരിച്ചാൽ ഇത് സാധിക്കയില്ലേ? സത്യം പറ. നമ്മുടെ കുടുംബങ്ങൾ വിചാരിച്ചാൽ ഇത് സാധിക്കയില്ലേ? 1-2 കുടുംബങ്ങൾ വിചാരിച്ചാൽ 70,000 രൂപ അയച്ചു കൊടുക്കാൻ സാധിക്കയില്ലേ? നമ്മുടെയൊക്കെ ബാങ്കുകളിൽ പണം കിടപ്പില്ലേ? നമ്മുടെ മക്കൾക്ക് നല്ല ജോലിയില്ലേ? നാം വിചാരിച്ചാൽ ഇത് സാധിക്കയില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ 50 വർഷത്തെ ഒരു കോൺഫറൻസ് ഇപ്പോൾ ഒറീസയിൽ നടന്നല്ലോ. 1,100 പേര് അനേക ദിവസങ്ങൾ ഒരുമിച്ച് താമസിച്ച് അവർ ഭക്ഷണം കഴിച്ച് പന്തലിട്ട് വലിയ ചെലവായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവായി. എന്നാൽ ആ ലക്ഷക്കണക്കിന് രൂപ ചെലവായതിൽ നല്ലൊരു ശതമാനം രൂപ ഒറീസയിലെ ബിലോ പോവർട്ടി ലൈനിൽ ജീവിക്കുന്ന സഹോദരന്മാര് തന്നെ എടുത്തതാ. കേരളത്തില് ഒരു സ്ഥലത്തൊരു ക്യാമ്പ് നടക്കണമെങ്കിൽ ഗൾഫ് മുഴുവൻ എഴുതുക, ലോകം മുഴുവൻ എഴുതുക, 50,000 രൂപ മതിയായിരിക്കും. ഞാൻ ഡോഹയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് സ്തോത്രം അതിൽ ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവായതിൽ ഈ പാവപ്പെട്ട സഹോദരി സഹോദരന്മാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. വെളിയിൽ നിന്ന് കുറച്ചുപേരൊക്കെ ചെയ്തു. അപ്പൊ ഇത് നടക്കുമോ വിചാരിച്ചാൽ, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത്, ഡോഹയിലായിരുന്ന സമയത്ത് നാട്ടിലൊരു തിരുവിതാംകൂർ കേരളത്തിലെ തെക്കൻ പ്രദേശത്തെ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗിന്റെ ഒരു ക്യാമ്പിന്റെ നോട്ടീസ് വന്നു. അതിന് ഇത്ര രൂപ ആവശ്യമുണ്ട്, ഗൾഫിലോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ ഡോഹ സഭയിൽ ഒരു സഹോദരൻ അവിടെ പറയുകയാണ്, ആ സ്ഥലത്തുള്ള ലോക്കൽ ചർച്ചിലുള്ളവർ വിചാരിച്ചാൽ ഈ കാര്യം സാധിക്കും. ആ സ്ഥലത്തുള്ള ആളുകൾ മാത്രം വിചാരിച്ചാൽ മതി. പക്ഷെ വിചാരിക്കണ്ടേ? തമിഴില് ഒരു ചൊല്ലുണ്ട്, നനച്ചാൽ പുലിയെ പിടിപ്പേൻ, ഉയിർ പോണാലും നനയ്ക്ക മാട്ടെ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? വേണോന്ന് വെച്ചാൽ പുലിയെ വേണ്ടാലും ഞാൻ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും ഞാൻ വേണോന്ന് വെക്കയില്ല. 25,000 രൂപ വേണമെങ്കിൽ ഗൾഫിൽ എഴുതിക്കൊള്ളുക, ഇവിടെ ക്യാമ്പുണ്ട്. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ബാങ്കിൽ പോയി ചെക്ക് എഴുതിയ ഒരാൾ വിചാരിച്ചാൽ മതിയോ നടക്കാൻ? പ്രായോഗികമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് നാം ഇവിടുന്ന് പോകുമ്പോൾ ഒരു തീരുമാനം ചെയ്തുകൊണ്ട് വേണം. ദൈവം എന്റെ കയ്യിൽ തരുന്ന പണം എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഉപയോഗിക്കാനും ബാങ്കിൽ വർഷങ്ങളായി കൂട്ടിയിടാനും വേണ്ടി തരുന്നതല്ല. ആരും ഒന്നും ബാങ്കിൽ ഇടരുന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ദൈവം തരുന്ന വെളിച്ചം പോലെ ചെയ്തോ. എന്നാൽ നമുക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി, വല്ലപ്പോഴും 500 രൂപ കൊടുക്കുകയല്ല, നമുക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി കർത്താവിന്റെ വേലയ്ക്കും ദാസന്മാർക്കും വേണ്ടി കൊടുക്കണം. ജീപ്പ് മേടിക്കാൻ കൊടുക്കണം, ഹോൾ ഉണ്ടാക്കാൻ കൊടുക്കണം, അവരുടെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം, ലിറ്ററേച്ചറിന് വേണ്ടി കൊടുക്കണം, ബൈബിൾ സ്കൂൾ നടത്തണമെന്ന് ഇവർ പറഞ്ഞു, അതിനു വേണ്ടി കൊടുക്കണം, കാര്യമായിട്ട് കൊടുക്കണം. നാം എല്ലാം വിചാരിച്ചാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണിത്. അപ്പൊ നമ്മുടെ കാര്യം വരുമ്പോ എല്ലാവരും ഉള്ളതെല്ലാം എടുത്തു കൊടുത്തേച്ച് സീറോ ബാലൻസ് ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുക്കണം. നമ്മുടെ കാര്യം വരുമ്പോൾ, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരുടെ കാര്യം വരുമ്പോൾ, ദൈവം അവരുടെ സകല കാര്യങ്ങളും തക്ക സമയത്ത് നിറവേറ്റിക്കൊള്ളും. യാതൊരു സംശയവും ആ കാര്യത്തിനില്ല. ഞാന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം ഈ ബന്ധത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാകും. ഇതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്താ കർത്താവോട് പറഞ്ഞതിന്റെ അർത്ഥം? അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞ പണമാണ്. പണം കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ഇല്ലാതെയാകുമ്പോൾ നിത്യകൂടാരങ്ങളിൽ പണം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സ്നേഹിതന്മാരുണ്ടല്ലോ, അവര് നിങ്ങളെ സ്വീകരിക്കാനുണ്ടായിരിക്കും, നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിരിക്കും. സമയമില്ലാത്തതുകൊണ്ട് അധികം വ്യാഖ്യാനത്തിലേക്കൊന്നും പോകാതെ നേരിട്ട് അതിന്റെ അർത്ഥം അങ്ങ് ഞാൻ പറയട്ടെ. പണം കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുക, നിത്യതയ്ക്ക് വേണ്ടി സ്നേഹിതന്മാരെ ഉണ്ടാക്കുക, സ്വർഗത്തിന് വേണ്ടി സ്നേഹിതന്മാരെ ഉണ്ടാക്കുക. നിങ്ങളുടെ പണം കൊണ്ട് സുവിശേഷ വേലയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആത്മാക്കൾ രക്ഷപ്പെടട്ടെ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പണവും നമ്മുടെ കാറും വണ്ടിയും എല്ലാം നശിക്കും. അതെല്ലാം കഴിഞ്ഞ് നിത്യതയിൽ നാം ചെല്ലുമ്പോൾ നമ്മുടെ പണം കൊണ്ട് രക്ഷിക്കപ്പെട്ട സഹോദര സഹോദരന്മാര് നമ്മുടെ ക്രെഡിറ്റായിട്ടും നമ്മുടെ ക്രൗണായിട്ടും അവിടെ കാണും എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാന് ട്രാക്ട് പ്രിന്റ് ചെയ്യാൻ കാശ് കൊടുത്താൽ, ആ ട്രാക്ട് വായിച്ച ആളുകൾ രക്ഷിക്കപ്പെട്ടാൽ,
എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കൊടുത്ത കാശുകൊണ്ട്, വായിച്ച ട്രാക്ട് കൊണ്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ എന്റെ അക്കൗണ്ടിൽ എനിക്ക് ക്രെഡിറ്റ് ആയിരിക്കും സ്വർഗത്തിൽ. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കണം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നോഹയുടെ കാലത്ത് ഒരു വലിയ ജലപ്രളയം ഉണ്ടായി. അതിനൊരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. നോഹയും കുടുംബവും പെട്ടകം തീർത്തു. വലിയ കപ്പല. ഈ അടുത്ത കാലത്ത് വരെ അത്രയും വലിയ കപ്പൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് വലിയ കപ്പല. ഈ കപ്പൽ നോഹ ഒറ്റയ്ക്കാണ് പണിത്? അല്ല, 100 കണക്കിന് ആളുകൾ പണിത് കാണും. ഇവര് ഫ്രീ ആയിട്ട് പണിത് കൊടുത്ത് കാണുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇതിന്റെ ചെലവ് ആരായിരിക്കും വഹിച്ചത്? ന്യായമായിട്ട് ഊഹിക്കാവുന്ന കാര്യമാണ്. നോഹയും തന്റെ കുടുംബവുമാണ് ഈ കപ്പലിന്റെ ചെലവ്, പണിക്കാരുടെ ചെലവ് മുഴുവൻ വഹിച്ചത്. അന്നൊരു പക്ഷേ കാശായിരുന്നു കാണുകയല്ല, വേറെ എന്തെങ്കിലും ആയിരുന്നു കാണും. ബാക്കി ലോകത്തിലുണ്ടായിരുന്ന സകലരുടെയും ഇൻവെസ്റ്റ്മെന്റ്സ് വെള്ളത്തിൽ മുങ്ങി താണു. ന്യായവിധിക്കപ്പുറത്തേക്ക് ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നിന്നുള്ളൂ. ജലപ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ സകല പർവ്വതത്തിന്റെ കൊടുമുടികളിൽ വരെ വെള്ളം ചെന്നു. എന്നാൽ ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് ജലപ്രളയത്തിന് അപ്പുറത്തേക്കും പോയി. അത് നോഹയുടെ ഇൻവെസ്റ്റ്മെന്റാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഈ ഭൂമിയിൽ നാം നടത്തുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റും, വീട്ടിലാകട്ടെ, കാറിലാകട്ടെ, വസ്തുവിലാകട്ടെ, അതൊന്നും നടത്തരുതെന്ന് ഞാൻ പറയുകയല്ല. ദൈവം തരുന്ന വിവേകമനുസരിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ നല്ല സ്റ്റുവേർഡ്സ് ആയിട്ട് ചെയ്യേണ്ടത് ചെയ്തു. ഞാനതിനെതിരല്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഈ ലോകത്തിൽ നാം നടത്തുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഒരു ദിവസം വെള്ളത്തിനടിയിൽ പോകും. എന്നാൽ ന്യായവിധി വന്നു കഴിഞ്ഞും കർത്താവ് വന്നു കഴിഞ്ഞും നിലനിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. അത് പെട്ടകം പണിയിൽ നാം ഇൻവെസ്റ്റ് ചെയ്തതാണ്. എന്താ പെട്ടകം പണി എന്ന് പറഞ്ഞാൽ? ഇന്ന് കർത്താവിന്റെ സഭയുടെ കെട്ടുപണി. കർത്താവിന്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ കാശും മുതലാണ് കേട്ടോ. ഒരു നഷ്ടവും വരികയില്ല. വീടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വീട് പോകും. അന്ത്യക്രിസ്തുവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ചിലപ്പം നമ്മുടെ ചിലരുടെ വീട് അവൻ എടുത്തെന്ന് വരാം. കാറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പം നല്ലതാണേലും പിന്നെ പ്രയോജനം വരികയില്ല. നിലത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കർത്താവ് വരുമ്പോൾ നമ്മൾ പോകും, വല്ലവരും നിലവും കൊണ്ടുപോകും. എന്നാൽ കർത്താവിന്റെ വേലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ന്യായവിധി വന്നു കഴിഞ്ഞും ആ ഇൻവെസ്റ്റ്മെന്റ് സ്വർഗത്തിൽ കാണും. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കണമല്ലോ. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രേ ആൻഡ് ഗിവ്. നമ്മുടെ പരജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന 2 കാര്യം അതെന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, സെൻഡ് ആൻഡ് ഗോ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. എന്താ വാക്യം പറയുന്നത്? ഹൗ ഷാൽ ദേ പ്രീച്ച് എക്സെപ്റ്റ് ദേ ബി സെൻഡ്. റോമൻസ് 10:15. ആരും അയക്കാനില്ലാതെ അവരെങ്ങനെ പ്രസംഗിക്കും? പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാൻ ആള് പോണമെങ്കിൽ അയക്കാൻ ആള് വേണം. അയക്കാൻ സഭകൾ വേണം, അയക്കാൻ മൂപ്പന്മാര് വേണം, അയക്കാൻ വിശ്വാസികൾ വേണം. നമുക്ക് ചിലപ്പോൾ പോകാനൊത്തൊന്നും വരികയില്ല. എന്നാൽ അയക്കുന്നവരായി നാം ഇരിക്കണം. അയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവരെ ധൈര്യപ്പെടുത്തി, അവരെ ബലപ്പെടുത്തി, അവരെ സപ്പോർട്ട് ചെയ്ത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത്, അവർ പോകാനും പോകുന്നിടത്ത് നിലനിൽക്കുവാനും വേണ്ട എല്ലാ ഉദവിയും ചെയ്യുക. നമുക്ക് ചെയ്യാനൊക്കുന്നൊരു കാര്യമാണ്. എനിക്ക് പോകാനൊക്കെ എല്ലാവർക്കും ഒറീസയിൽ, എന്നാൽ വേറൊരാളെ അയക്കാൻ, പോകാൻ ഭാരമുള്ള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരാളെ അയക്കാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വരുന്ന ദിവസങ്ങളിൽ അയക്കുന്നവരായി നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. അയക്കുക എന്നുള്ള കൂട്ടത്തിൽ ഞാൻ ഇതുകൂടെ പറയട്ടെ. കേവലം അങ്ങ് പറഞ്ഞയക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു എഴുത്തെഴുതുക. ഞാൻ റാഞ്ചി ബീഹാറിൽ ഒരു കോൺഫറൻസിന് കുറച്ചാൾ മുമ്പ് പോയി. അപ്പോ അവിടെ അവിടുത്തെ സുവിശേഷകന്റെ ഭാര്യ പറയുകയാണ്, ഒരു സാക്ഷി പറയുന്ന സമയത്ത് പുള്ളിക്കാരി പറയുകയാണ്, ഞങ്ങള് ജീവിതത്തിൽ വളരെ വിഷമമായ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോ അത് ജോൺ കുര്യൻ എഴുതിയ ഒരു എഴുത്ത് ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. ആ എഴുതിയ കാര്യം ഞാൻ ഓർക്കുന്നില്ല. എഴുതി സഹോദരി പറഞ്ഞെങ്കിൽ നുണ പറയല്ലോ, എഴുതി കാണുമായിരിക്കും. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ എഴുതിയതായിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. അപ്പോ ഞാൻ ഏതോ കാര്യത്തിന്റെ ഒരു എഴുത്തന്ന് എഴുതി കാണുമായിരിക്കും. എഴുതിയെന്നാണ് സഹോദരി പറയുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ എഴുതിയ ആ എഴുത്ത് അവരുടെ ജീവിതത്തിലെ വൈഷമ്യത്തിൽ അവരെ വളരെ സഹായിച്ചെന്ന്. ഒന്ന് ഫോൺ വിളിക്കുക, ഒരു എഴുത്തെഴുതുക, വല്ലപ്പോഴും അവരുടെ കാര്യമൊന്ന് അന്വേഷിക്കുക, സഹായിക്കുക, പ്രാർത്ഥിക്കുക, കൊടുക്കുക. പരസ്യ ജീവിതത്തിൽ പുറമെ അയക്കുക മാത്രമല്ല പോവുക.
മത്തായി 28 ഒടുവിൽ കർത്താവ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം, വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗോ ഈ, നിങ്ങൾ പോകുവീൻ. പ്രിയപ്പെട്ടവരെ, ചില